ഞെട്ടലോടെയാണ് ലോകം ഇറാൻ പ്രസിഡന്റിന്റെ മരണവാർത്ത കേട്ടത്. തീവ്ര നിലപാടുകളുടെ പേരിലാണ് ഈ 63-കാരൻ എന്നും വാർത്തകളിൽ നിറഞ്ഞത്. ഒടുവിൽ അവിചാരിതമായ മടക്കം. അപകടത്തിൽ ദുരൂഹത തുടരുന്നു. ഇസ്രായേലുമായി തുറന്ന സംഘർഷം നിലനിൽക്കുന്നതിനിടെയാണ് റെയ്സിയുടെ അപകട മരണം. സ്വാഭാവികമായും സംശയത്തിന്റെ ആദ്യ മുന നീളുന്നത് ഇസ്രായേലിനും ചാരസംഘടനയായ മൊസാദിനും നേർക്കാണ്. തങ്ങൾക്ക് പങ്കില്ലെന്ന് ഇസ്രായേൽ വക്താവ് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. എന്നാൽ മറ്റു ചില കാരണങ്ങളും അപകടത്തിന് പിന്നിലുണ്ടെന്ന് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. മോശം കാലാവസ്ഥയിലാണ് റെയ്സിയും സംഘവും ഹെലികോപ്റ്ററിൽ സഞ്ചരിച്ചത്. ഇത്തരം കാലാവസ്ഥയിൽ യാത്ര ഒട്ടും സുരക്ഷിതമല്ല, ഒഴിവാക്കേണ്ടതായിരുന്നു എന്നാണ് വിദഗ്ധർ പറയുന്നത്. ബെൽ 12 ഹെലികോപ്റ്ററിലായിരുന്നു ഇറാൻ പ്രസിഡന്റ് യാത്ര ചെയ്തിരുന്നത്. യാത്ര ചെയ്യുന്ന സമയത്ത് കനത്ത മൂടൽ മഞ്ഞും മഴയും ഉണ്ടായിരുന്നു. ഈ ഹെലികോപ്റ്റർ മോശം കാലാവസ്ഥയിൽ സുരക്ഷിതമല്ല എന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. 1968 വികസിപ്പിച്ചതാണ് ഈ ഹെലികോപ്റ്റർ. കാലാകാലങ്ങളിൽ പരിഷ്കാരങ്ങൾ വരുത്തിയിട്ടുണ്ടെങ്കിലും അത്ര ആധുനികമല്ല. അമേരിക്കയിൽ രൂപകൽപ്പന ചെയ്ത ഈ ഹെലികോപ്റ്റർ കാനഡയിലാണ് നിർമ്മിക്കുന്നത്. 1-2 പൈലറ്റുമാർ ഉൾപ്പെടെ 15 പേർക്ക് ഇതിൽ സഞ്ചരിക്കാം. സ്വാഭാവികമായി വരുന്നൊരു ചോദ്യമുണ്ട്. ഇത്രയും മോശം കാലാവസ്ഥയിൽ ബെൽ 212 പരിമിതികളുണ്ടെന്ന് അറിഞ്ഞിട്ടും എന്തുകൊണ്ടാണ് ഹെലികോപ്റ്റർ യാത്ര തിരഞ്ഞെടുത്തത്? ആരാണ് ഈ തീരുമാനം എടുത്തത്? അട്ടിമറി നടന്നിട്ടുണ്ടോ? പിന്നിൽ ഇസ്രായേലാണോ? ഹെലികോപ്റ്ററിന്റെ പൈലറ്റ് മൊസാദുകാരനായിരുന്നു എന്ന സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടും അതിനിടയിൽ പുറത്തു വരുന്നുണ്ട്. എന്തായാലും ഇത്രയും മോശം കാലാവസ്ഥയിൽ ബെൽ 212 പോലൊരു ഹെലികോപ്റ്റർ യാത്രയ്ക്കായി തിരഞ്ഞെടുത്തത് ദുരൂഹമാണെന്ന വിലയിരുത്തലുമുണ്ട്. അതാണ് അപകടത്തിന് പിന്നിലെ അട്ടിമറി സാധ്യത ചൂണ്ടിക്കാട്ടുന്നത്. മറ്റൊരു സാധ്യതയിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ട്. അത് ഏറ്റവും ദുഃഖകരമായ അവസ്ഥയാണ്. വർഷങ്ങളോളമായി തുടരുന്ന ഉപരോധം ഇറാനെ വലിയ പ്രതിസന്ധിയിൽ വീഴ്ത്തിയിരിക്കുന്നു. ഇബ്രാഹിം റെയ്സി സഞ്ചരിച്ചിരുന്ന ഹെലികോപ്റ്റർ തകർന്നു വീഴാൻ ഒരു കാരണമായി ചൂണ്ടിക്കാട്ടുന്നത് അതിന്റെ കാലപ്പഴക്കമാണ്. അൽ ജസീറയുടെ റിപ്പോർട്ടിലാണ് ഇക്കാര്യം ചൂണ്ടിക്കാട്ടുന്നത്. വർഷങ്ങളുടെ പഴക്കമുള്ള ഹെലികോപ്റ്ററിലാണ് റെയ്സി സഞ്ചരിച്ചതെന്നാണ് അൽ ജസീറയുടെ റിപ്പോർട്ടിൽ പറയുന്നത്. 1979 മുതൽ നിരന്തരമായ ഉപരോധത്തിൽ അകപ്പെട്ട് നട്ടം തിരിയുകയാണ് ഇറാൻ. ഇറാന്റെ ന്യൂക്ലിയർ പോളിസിയും മറ്റു രാജ്യങ്ങളുമായുള്ള നിരന്തര കലഹവും എല്ലാം പുതിയ എയർക്രാഫ്റ്റുകൾ വാങ്ങുന്നതിനും എയർക്രാഫ്റ്റിൻ്റെ ഭാഗങ്ങൾ ലഭിക്കുന്നതിനും തടസ്സമായി നിൽക്കുന്നുണ്ട്. 45 വർഷം മുമ്പാണ് അമേരിക്ക ആദ്യമായി ഇറാനുമേൽ ഉപരോധം കൊണ്ടുവന്നത്. ഈ ഉപരോധം ഇറാന്റെ സമ്പദ് വ്യവസ്ഥയെ മാത്രമല്ല എയർലൈൻസിൽ ഉൾപ്പെടെ നെഗറ്റീവ് ബാധിച്ചിട്ടുണ്ടെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. ഇറാൻ അസർബൈജാൻ സംയുക്ത സംരംഭമായ ഹിസ് ഹലാസി അണക്കെട്ട് ഉദ്ഘാടനം കഴിഞ്ഞ് മുതിർന്ന നേതാക്കൾക്കൊപ്പം തബ്രീസിലേക്ക് പുറപ്പെട്ട ഹെലികോപ്റ്റർ ഞായറാഴ്ച ഉച്ചയോടെയാണ് അപകടത്തിൽപ്പെട്ടത്. തെഹ്റാനിൽ നിന്ന് 600 കിലോമീറ്റർ അകലെ ജുൽഫയിലെ വനമേഖലയിൽ ഇടിച്ചിറക്കുകയായിരുന്നു. അറാസ് നദിക്ക് കുറുകെയുള്ള അണക്കെട്ട് അസർബൈജാൻ പ്രസിഡന്റിനൊപ്പം ഞായറാഴ്ച രാവിലെയാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. തിരികെ വരും വഴിയാണ് അപകടം. 3 ഹെലികോപ്റ്ററുകളിലായാണ് റെയ്സിയും സംഘവും പുറപ്പെട്ടത്. മറ്റ് 2 ഹെലികോപ്റ്ററുകൾ സുരക്ഷിതമായി തിരിച്ചെത്തിയിരുന്നു. ഇറാനിൽ രാജ്യത്ത് 5 ദിവസം ദുഃഖാചരണം പ്രഖ്യാപിച്ച ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള ഖൊമേനി ഇടക്കാല പ്രസിഡന്റായി വൈസ് പ്രസിഡന്റ് മുഹമ്മദ് മുഖ്ബറിനെ നിയമിച്ചു. ഉപവിദേശകാര്യമന്ത്രി അലി ബാഖിനി കനിക്ക് വിദേശകാര്യമന്ത്രിയുടെ താൽക്കാലിക ചുമതല നൽകി. 50 ദിവസത്തിനകം തെരഞ്ഞെടുപ്പ് നടത്തി പുതിയ പ്രസിഡന്റിനെ പ്രഖ്യാപിക്കും.